ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ. പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ മച്ചാനെ, നമ്മുടെയൊക്കെ വീടുകളിൽ വേസ്റ്റാക്കി കളയുന്ന അഴുക്ക തുണികൾ, അത് കോട്ടൺ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ പോളിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം നമുക്ക് കൃഷിക്കായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഉപയോഗമില്ലാതെ ഈ വരുന്ന തുണികൾ അവിടെ കളയുകയും നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ള സാധനമാണ് ഈ കാണുന്ന കുട്ടികളുള്ള വീടുകളിൽ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ്. ഇതൊന്നും നമുക്ക് പുറത്ത് സ്ഥലങ്ങളിൽ കൊണ്ട് കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാമ്പേഴ്സ് ആയിട്ടുള്ളത് ഇതൊരിക്കലും നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റില്ല. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൃഷിക്കെടുക്കാം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ജലം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊടും വരൾച്ചയാണ്. അപ്പോൾ ആ വരൾച്ചാ സമയത്ത് നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് നല്ലതുപോലെ ഉൽപ്പാദനം കിട്ടുവാനും പറ്റുന്ന ഒരു രീതിയും കൂടിയാണിത്. അപ്പോൾ മച്ചാന്മാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രോത്സാഹനമാകുന്നത്. അതായത് വേനൽ സമയങ്ങളിൽ പൊതുവേ നമ്മുടെ കിണറുകളെല്ലാം വറ്റി വരളും. ആ സമയത്തായിരിക്കും നമുക്ക് കൃഷി നല്ലതുപോലെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുന്നത്. ആ സമയത്ത് വെള്ളമില്ലാതെ ഇതെല്ലാം നശിച്ചു പോകും. അതിനെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതിയാണ്. അതായത് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് വെള്ളത്തെ എത്രത്തോളം നമ്മളെ ഗ്രോ ബാഗിൽ അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് ഇതിലൂടെയുള്ള മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ ഇതൊരിക്കലും ഒരു മാധ്യമമായോ നമ്മളെ ചെടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മണ്ണായോ അല്ലെങ്കിൽ പോട്ടി മിക്സായി മാറാൻ വേണ്ടിയോ അല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വെള്ളം സംഭരിക്കാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് മാത്രം. അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള തുണികളും അതുപോലെ തന്നെ വേസ്റ്റായ സാധനങ്ങളും, നമുക്ക് പാമ്പേഴ്സ്, ഇങ്ങനെയുള്ള സ്നാഗി അതും ഇതുമൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു സിമൻറ്റ് ചാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള സിമൻറ്റ് ചാക്കുകളിൽ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം 10 പൈസ പോലും ചിലവില്ല ഈ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ. എന്നാൽ വളരെ എളുപ്പവുമാണ്. ഒരുപാട് പോട്ടി മിക്സ് നമുക്കിതിലേക്ക് നിറയ്ക്കുകയും ചെയ്യാം. വേനൽ കാലത്ത് ചൂടിനെ അതിജീവിക്കാൻ നമുക്കിതിൻ്റെ കാൽഭാഗത്തോളം ഇതുപോലുള്ള വേസ്റ്റുകൾ നിറച്ചു കൊടുക്കുന്നതോടെ ജലാംശം ഇതിൽ വന്നിരിക്കും. ഈ തുണികളിൽ എപ്പോഴും കാണും. അത് പൂർണ്ണമായി ഒരിക്കലും വെള്ളം വറ്റി വരണ്ടു പോവില്ല. സാധാരണ ഗ്രോ ബാഗിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിനടിയിലൂടെ ലയിച്ചങ്ങ് പോകും. അതേസമയം ഇതിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് 1 ലിറ്റർ വെള്ളം മതി. കാരണം ഇതിൻ്റെ ജലാംശം എപ്പോഴും ഈ മണ്ണിൽ നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല മുകൾ ഭാഗത്ത് ഒത്തുപൂലം കരിയില കൊണ്ടോ മറ്റോ നമ്മളൊരു പൊതയും കൂടെ ഇട്ട് കൊടുത്താൽ ഇത് നല്ലതുപോലെ വെള്ളത്തെ എപ്പോഴും നമ്മളെ പോട്ടി മിക്സ് നനഞ്ഞു തന്നെ ഇരിക്കും. സിമൻറ്റ് ചാക്ക് ഇങ്ങനെ എടുക്കുക. ഇതാണ് സിമൻറ്റ് ചാക്ക്. ഇത് നമുക്ക് ഗ്രോ ബാഗ് ആക്കാൻ വേണ്ടി ഈ സൈഡുകളൊന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ നമ്മളെ ചാക്കിൻ്റെ 2 സൈഡുകൾ പിടിച്ച് ഒരു കെട്ട് കെട്ടുക. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിടണം. ഈ കാണുന്ന സൈഡ്, അതായത് നമ്മൾ സിമൻറ്റ് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇങ്ങനെ നമ്മൾ ഒരു ചാക്ക് സൂചിയോ എന്തെങ്കിലും വെച്ചൊരു ഹോളിട്ട് നല്ലതുപോലെ 1 2 3 കെട്ട് നമ്മളിതുപോലെ ഒരു സൈഡിൽ കൊടുക്കുക, മറു സൈഡിലും 3 കെട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അപ്പോഴും തന്നെ ഇത് ഗ്രോ ബാഗായി മാറുന്നത് കാണാം. ഇതിൽ ഏറ്റവും അടിഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഹോളിടരുത്. സൈഡുകളിൽ മാത്രമേ ഹോളിടാവൂ. കാരണം ഇതിൽ ഒരു ശകലം വെള്ളമെങ്കിലും ഇതിൽ നിർത്തിയതിന് ശേഷം മാത്രമേ ഇത് അരിച്ചു പോകാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അപ്പോഴേ ചുവട് ഭാഗത്ത് നമ്മൾ ഹോളിട്ട് കൊടുത്താൽ ഈ ഒഴിക്കുന്ന വെള്ളം അതുപോലെ അങ്ങ് മണ്ണിലേക്ക് പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ സൈഡുകളിൽ മാത്രമേ നമ്മൾ ഹോളിട്ട് കൊടുക്കാവൂ. ഇത് നമുക്ക് ടെറസ് കൃഷിക്കും അതുപോലെ തന്നെ വേനൽക്കാല കൃഷിക്കും വളരെ അനുയോജ്യമായ കാര്യമാണ്. നമ്മൾ ചാക്ക് തിരിച്ചിട്ടപ്പോൾ കണ്ടോ, ഇതൊരു നല്ല ഒരു ഗ്രോ ബാഗായി മാറി. കണ്ടോ. നമുക്ക് വേണ്ടത് പുരയിടത്തിലെ മേൽമണ്ണെടുത്ത് അത് ഇതുപോലൊരു ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിലേക്ക് 40 ഗ്രാം കുമ്മായപ്പൊടി, പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ചെറിയ നനവിൽ ഇളക്കി 14 ദിവസം വെച്ചേക്കണം. 14 ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്
ട്രീറ്റ് ചെയ്ത മണ്ണെന്ന് പറയുന്ന ആ മണ്ണാണിത്. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചാക്കുകളിലും മറ്റുമൊക്കെ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃഷി ആവശ്യത്തിന് എടുക്കും. ഇതുപോലെ നിങ്ങൾക്കും ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ അത് കുറച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒരു പഴയ ഉള്ളിച്ചാക്കുണ്ടെങ്കിൽ ആണ് ഏറ്റവും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി, ഇത് ആദ്യം നമ്മൾ ഇടാൻ വേണ്ടി ഒരു കോട്ടൻ്റെ തുണി, അല്ല എങ്കിൽ ഇതുപോലുള്ള ഉള്ളിച്ചാക്ക് എല്ലാ ഉള്ളിക്കടകളിലും കിട്ടും. പലവ്യഞ്ജന കടകളിൽ നിന്ന് ഇത് വാരി വെളി കളയുന്നതാണ്. ഇത് നമുക്ക് കിട്ടും. ഇത് കൊണ്ടുവന്ന് ഇതുപോലെ നിരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പോളിസ്റ്ററും അതുപോലെ തന്നെ കോട്ടനുമായിട്ടുള്ള തുണികൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇടണം. അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് പാമ്പേഴ്സോ സ്നഗ്ഗിയോ അങ്ങനെ എന്തെങ്കിലും, അതായത് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന പാഡുകൾ, അതൊക്കെ നമുക്കിതിലേക്കിടാം. വേസ്റ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ മടക്കി കെട്ടണം. ഇതുപോലെ ചാക്ക് ചുരുട്ടിക്കെട്ടി ഒരു തലോണ പോലെ കെട്ടി വെച്ചതിന് ശേഷം ആദ്യം ട്രീറ്റ് ചെയ്ത മണ്ണിട്ട ഗ്രോ ബാഗിലേക്ക് ഇതുപോലെ നമ്മളെ പുരയിടങ്ങളിൽ വേണ്ടാതെ കിടക്കുന്ന തൊണ്ടുകൾ അതൊക്കെ പറക്കിക്കൊണ്ടുവന്ന് നമ്മൾ ഒരു ലെയർ അടുക്കണം. കണ്ടോ, ഇതൊക്കെ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത സാധനങ്ങളാണ്. അല്ലാതെ നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് ഒരു തൈ എടുത്ത് മുകളിൽ നമ്മൾ ടെറസിൻ്റെ മണ്ടയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ സ്ലാബിനകം ചൂടായി പഴുക്കുമ്പോൾ എന്താവും സ്ഥിതി? ഈ ഗ്രോ ബാഗിലൂടെ ചൂട് കയറി നമ്മളെ ചെടി പൂർണ്ണമായും നശിച്ചു പോകും. അപ്പോൾ ഇത് ഇഞ്ചി, അതുപോലെ തന്നെ വഴുതന, കത്തിരി എന്നിവയൊക്കെ നടാൻ ഉപയോഗിക്കാം. കാരണം ദീർഘകാല വിളകൾക്ക് വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇതിലൂടെ ജലം സംഭരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് നമ്മളെ ചെടികളുടെ വേര് വന്നിറങ്ങുമ്പോൾ മഴ സമയത്ത് ചാഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ പുഴുതു വീഴുന്നതും ഒക്കെ കുറവായിരിക്കും. കാരണം ഇതിലേക്ക് വേരിറങ്ങിയ ഇതിന് നല്ല ശക്തിയോടെ പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ തന്നെ തൊണ്ട്, നമ്മൾ അന്നന്ന് ഉപയോഗിക്കുന്ന തൊണ്ടുകൾ ഡയറക്റ്റ് ഉപയോഗിക്കരുത്. അത് ഒരു ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചകിരി, ഇതൊക്കെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരു ലെയർ അടക്കിയ തൊണ്ടിൻ്റെയും ചകിരിയുടെയും മുകളിലേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് ഒന്നും കൂടെ നിരത്തി കൊടുക്കുക, എല്ലായിടത്തും ഇറങ്ങിച്ചെല്ലത്തക്ക വിധത്തിൽ. അതിന് മുകളിലേക്കാണ് നമ്മൾ നേരത്തെ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന അഴുക്ക പ്ലാസ്റ്റിക് തുണികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് വരുന്ന വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് നിർത്തി ഈ മണ്ണിലേക്ക് നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇതുപോലെ ഒരു സേഫ്റ്റി ഗ്ലൗസ് കയ്യിലിട്ടേക്കണം. അതുപോലെ തന്നെ നമ്മളെ തുണി ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം. നമ്മൾ അവസാനം ഇട്ട തുണി ഒന്ന് നനച്ചു കൊടുക്കണം ഇങ്ങനെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ചാണകപ്പൊടിയോ കോഴിവളമോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കണ്ട മണ്ണിര കണ്ടോ, ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇതിനെ നമ്മളെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കുറച്ചിട്ടാൽ മതി. നമ്മൾ ആവശ്യത്തിന് ചെടി നടുന്ന ചെടിയുടെ വളർച്ച അനുസരിച്ച് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത്രയും വലിയൊരു ചാക്കായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും പോട്ടി മിക്സ് ഇടാം. മാത്രവുമല്ല ചൂട് ഒരു കാരണവശാലും നമ്മളെ ഗ്രോ ബാഗിലേക്കില്ല. അതായി നമ്മൾ നേരത്തെ നനച്ച് വെച്ച ആ തുണിയുടെ മുകളിലേക്ക് ഒരു ലെയർ ചെറുതായിട്ടൊന്ന് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു കപ്പോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോളാക്കി മാറ്റാനാണ്. എന്നിട്ട് ഇതിന് ചുറ്റാകെ വേണം നമ്മൾ അടുത്തതായിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഈ സൈഡുകളിലേക്ക് നിറയ്ക്കാൻ നിങ്ങൾക്ക് പോട്ടി മിക്സ് കൂടുതലാവുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കരിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ പുരയിടങ്ങളിലുള്ള കളപ്പില്ലുകളൊക്കെ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ല പച്ചില വളമാണ്. ഇതിലേക്ക് കുറച്ച് കരിയിലയാണ് ഇതിലേക്ക് സൈഡുകളിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പോട്ടി മിക്സ് ഇട്ടതിന് മുകളിലേക്ക് വീണ്ടും പച്ചില ഒരു ലെയറായിട്ട് അടുക്കിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും ഇത് വലുതായിപ്പോയില്ലേ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് താരും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇത് പകുതിയിലേക്ക് വന്നെത്തും. കാരണം നമ്മളെ തുണിയൊക്കെ നനഞ്ഞ് മുകളിലത്തെ ഭാരം കൊള്ളുമ്പോൾ ഇതങ്ങ് താരും. അതുപോലെ തന്നെ നമ്മൾ ആ തൊണ്ടും ഒക്കെ അടി കുറച്ചും കൂടെ അങ്ങ് താരും. അപ്പോൾ ഇത്രയും കാണുന്ന ഗ്രോ ബാഗ് ഇത് വളരെ ചെറുതാവും. നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ് വീണ്ടും ഇതിന് സൈഡുകളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്.
ഇത് കണ്ടോ, ഇപ്പം നമ്മളെ ഗ്രോ ബാഗ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെടി നടേണ്ട സമയത്ത് നമ്മൾ ഈ ഈ ബോട്ടിലിൻ്റെ മുകളിലോട്ട് പൊക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കുഴിയായിട്ടുണ്ടാവും. ആ ഭാഗത്ത് നമുക്ക് ചെടി നട്ട് അതിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഗ്രോ ബാഗ്, അതാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മച്ചാന്മാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.